ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ പാർട്ട് 1 ഓഫ് നാഷണൽ വിമൻസ് കമ്മീഷൻ ആക്ട് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം പഠിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. സോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഒരു പാർട്ടിൽ എടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ചെയർപേഴ്സൺസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതായത് ഏതൊക്കെ ചെയർപേഴ്സൺസ് ആണ്, അവരുടെ ഒരു ലിസ്റ്റ്, കുറച്ച് പേരേ ഉള്ളൂ. ആ ലിസ്റ്റൊക്കെ നമുക്ക് പഠിക്കണം. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ഒത്തിരിയേറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പ്രഥമ അധ്യക്ഷ എല്ലാ കമ്മീഷൻസിൻ്റെയും ഫസ്റ്റ് ചെയർപേഴ്സണും അതേപോലെ തന്നെ നിലവിലുള്ള ചെയർപേഴ്സണും നോക്കിയിട്ടേ പരീക്ഷയ്ക്ക് പോവുള്ളൂ. എല്ലാ കമ്മീഷൻസിൻ്റെയും ഫസ്റ്റ് ചെയർമാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ചെയർപേഴ്സണും നിലവിലുള്ള ചെയർമാൻ അല്ലെങ്കിൽ നിലവിലുള്ള ചെയർപേഴ്സണും ഇത് ഉറപ്പായും പഠിച്ചിട്ട് പോകണം. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇരുന്ന ആൾക്കാരുണ്ട് ചെയർപേഴ്സണായി, അവരെയും ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ മാറിയ സാഹചര്യങ്ങൾ കുറേ കൂടെ പാറ്റേൺ ചേഞ്ചിനൊക്കെ ശേഷം ക്രോണോളജി ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിൽ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഇവരുടെ എല്ലാം പേരൊക്കെ തന്നിട്ട് അതൊരു കറക്റ്റ് ക്രോണോളജി ബേസ് ചെയ്ത് അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ചെയർപേഴ്സൺ മാത്രമുള്ള കമ്മീഷൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ക്രോണോളജി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ദീപക് സന്ധു, ഗിരിജ വ്യാസ്, ജയന്തി പട്നായിക്, വി മോഹിനി ഗിരി. ഇപ്പോൾ 2021 നമ്മുടെ 10th പ്രിലിംസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒത്തിരി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ആ ഒരു ചോദ്യം. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര് ആർ കെ മാത്തൂർ, സൂരജ് ഭാൻ, രാംദത്ത്, അലോക് റാവത്ത്. 2021 ചോദിച്ച ഒരു ചോദ്യമാണ്. ഇനി അടുത്ത നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്റർ 5 അവസാനത്തെ ചാപ്റ്ററാണ് ചാപ്റ്റർ 5 മിസ്ലീനിയസ്. അപ്പോൾ ചാപ്റ്റർ 5 എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 15 നമ്മുടെ ചെയർപേഴ്സണും മെമ്പേഴ്സും എല്ലാം പൊതുസേവകരാണ് എന്നാണ് പറയപ്പെടുന്നത്. ചെയർപേഴ്സൺ, മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ് ഓഫ് ദ കമ്മീഷൻ ടു ബി പബ്ലിക് സെർവൻസ്. അതായത് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളും മറ്റ് സ്റ്റാഫുകളും എല്ലാം പൊതുസേവകരാണ്. Officers and other employees of the commission shall be deemed to public servants. ഇനി സെക്ഷൻ 16 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. സെക്ഷൻ 16 സെൻട്രൽ ഗവൺമെൻറ് ടു കൺസൾട്ട് കമ്മീഷൻ. സെൻട്രൽ ഗവൺമെൻറ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് വനിതാ കമ്മീഷനുമായിട്ട് കൺസൾട്ട് ചെയ്യണ്ടേ? അല്ലേ, വനിതാ കമ്മീഷനുമായിട്ട് കൺസൾട്ട് ചെയ്യണം. കാരണം കേന്ദ്ര സർക്കാരിനെയും കാട്ടി നന്നായിട്ട് സ്ത്രീകളുടെ സാഹചര്യം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കമ്മീഷൻ അല്ലേ വനിതാ കമ്മീഷൻ. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും വനിതാ കമ്മീഷനെ ആര് കൺസൾട്ട് ചെയ്യണം? കേന്ദ്ര സർക്കാർ കൺസൾട്ട് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, കുറച്ചുണ്ടേ. The central government shall consult the commission on all major policy matters affecting women. സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ പോളിസി മാറ്റേഴ്സ് ഒരു പോളിസി മാറ്റർ കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ആരുമായിട്ട് ഡിസ്കസ് ചെയ്യണം? വനിതാ കമ്മീഷനുമായി ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഈ പോളിസി മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പോളിസി മാറ്റേഴ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി സെക്ഷൻ 17 പവർ ടു മേക്ക് റൂൾസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നിയമത്തിൻ്റെ ബേസിസിൽ റൂൾസ് നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര സർക്കാരാണ്. ഇതൊരു കേന്ദ്ര നിയമമല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ആക്ടിൻ്റെ ബേസിസിൽ റൂൾസ് നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിന് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി റൂൾസ് നോട്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് മേക്ക് റൂൾസ് ഫോർ ക്യാരിയിങ് ഔട്ട് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഇനി അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളും 30 ദിവസം എത്രയും പെട്ടെന്ന്, അതായത് ഈ നിയമം ഉണ്ടാക്കി 30 എത്രയും പെട്ടെന്ന് തന്നെ പാർലമെൻറ്റിന് മുൻപാകെ സമർപ്പിക്കണം. ഇങ്ങനെ സമർപ്പിക്കുന്നത് 30 ദിവസമെങ്കിലും പാർലമെൻറ്റിന് മുൻപാകെ വെച്ചിരിക്കണം. അതിപ്പോൾ ഒരു സെഷനിലോ അല്ലെങ്കിൽ ഒന്നിലേറെ സെഷൻസിലായിട്ടോ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ 30 ദിവസം ഇമ്പോർട്ടൻ്റ് ആണ്, അതും കോമൺ ആണ്. ഒട്ടുമിക്ക കാര്യങ്ങളിലും ഈ 30 ദിവസമാണ്. അപ്പോൾ ഏതൊരു ആക്ടിൻ്റെ ബേസിസിലുള്ള റൂളാണ് എങ്കിലും ആ റൂൾസ് ഇതിനെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്, നിയുക്ത നിയമ നിർമ്മാണം എന്ന് പറയും. അതായത്
ആക്ട് നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ് അല്ലേ, നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റാണ്. പക്ഷേ ഈ ആക്ടിന്റെ ബേസിസിലുള്ള റൂൾസ് നിർമ്മിക്കുന്നത് പലപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദമാണ്, ബ്യൂറോക്രസിയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറയുന്ന പേരാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ നിയുക്ത നിയമനിർമ്മാണം. അപ്പോൾ ഈ ഒരു നിയുക്ത നിയമനിർമ്മാണത്തിന്റെ ബേസിസിൽ നമ്മുടെ ബ്യൂറോക്രസി നിർമ്മിക്കുന്ന നിയമങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകൾക്കും മുൻപാകെ 30 ദിവസമെങ്കിലും വെച്ചിരിക്കണം. അത് ഒരു സെഷനിലോ അല്ലെങ്കിൽ ഒന്നിലേറെ സെഷൻസിലോ ആയി സമർപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ റൂൾസിന് പാർലമെന്റ് അംഗീകാരം നൽകണം. ഈ റൂൾസ് പാർലമെന്റ് അംഗീകാരം നൽകണം. അപ്പോൾ ഏതെങ്കിലും ഒരു റൂള് ഈ ആക്ടിന്റെ ബേസിക് സ്ട്രക്ചറിന്റെ വയലേഷൻ ആണ് എന്ന് പാർലമെന്റ് അഭിപ്രായപ്പെടുവാണെങ്കിൽ ആ ഒരു റൂള് പിന്നെ വാലിഡ് ആയി നിൽക്കത്തില്ല. പാർലമെന്റ് ഓക്കെ ആണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാർലമെന്റ് അംഗീകരിക്കുന്ന നിയമങ്ങൾ മാത്രമേ വാലിഡായി നിൽക്കത്തുള്ളൂ. എവറി റൂൾ മെയ്ഡ് അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി ലീഡ് ആസ് സൂൺ ആസ് മേ ബി ആഫ്റ്റർ ഇറ്റ് ഇസ് മെയ്ഡ് ബിഫോർ ഈച്ച് ഹൗസ് ഓഫ് പാർലമെന്റ് while it is in session for a total period of 30 days. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 30 ദിവസം വിച്ച് മേ ബി ഒരു സെഷനിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെഷൻ, ഇപ്പോൾ ഇവിടെ രണ്ടോ അതിൽ കൂടുതലോ അങ്ങനെയാണ്, ഒരു സെഷനിലോ അല്ലെങ്കിൽ ഒന്നിലേറെ സെഷൻസിലോ ആക്കി സമർപ്പിക്കണം. ആൻഡ് ഇറ്റ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ സെഷൻ ഇമീഡിയറ്റ്ലി ഫോളോയിങ് ദ സെഷൻ ഓർ ദ സക്സസീവ് സെഷൻസ് അഫോസിറ്റ്. ഇനി ഈ പറയുന്ന റൂൾസ് എല്ലാം ഇരു സഭകളും അംഗീകരിക്കണം. ഇതാണ് ഇനി അടുത്ത പറയുന്നത്. Both houses agree in making any modification in the rule, or both the houses agree that the rule should not be made. The rule shall thereafter have effect only in such modified form. അപ്പോൾ പാർലമെന്റ് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു മോഡിഫൈഡ് ഫോമിൽ മാത്രമേ പിന്നീട് ആ ഒരു റൂള് വാലിഡായി നിലനിൽക്കത്തുള്ളൂ, or be of no effect as the case may be. So however that any such modification or annulment shall be without prejudice to the validity of anything previously done under that rule. ഇനി നമ്മുടെ NCWയുടെ പല ഇനിഷ്യേറ്റീവ്സ് ഒത്തിരി കാര്യങ്ങൾ ഇവർ ചെയ്യാറുണ്ട് കേട്ടോ, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ വളരെ റീസെൻ്റ് ആയിട്ടൊക്കെ ചെയ്ത കുറച്ചധികം കാര്യങ്ങൾ, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ പല പ്രവർത്തികൾ, അവരുടെ അടുത്തിടെ അവർ ചെയ്ത കുറേ ആക്ടിവിറ്റീസാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. In keeping with the mandate, the Commission initiated various steps to improve the status of women and work for their economic empowerment. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജെൻഡർ പ്രൊഫൈൽ. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ യൂണിയൻ ടെറിട്ടറീസിലും, അതായത് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ യൂണിയൻ ടെറിട്ടറീസിലും നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ ജെൻഡർ പ്രൊഫൈൽ കൊണ്ടുവന്നു. ജെൻഡർ പ്രൊഫൈൽ അവർ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ സ്ത്രീകളുടെ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലും ഒക്കെ ഉള്ള സ്ത്രീകളുടെ നിലവിലുള്ള അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഫൈലാണ് ജെൻഡർ പ്രൊഫൈൽ. എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ യൂണിയൻ ടെറിട്ടറീസിലുള്ള സ്ത്രീകളെ വെച്ചാണ് ഈ ഒരു സംഭവം പ്രിപ്പയർ ചെയ്യുന്നത്, ഈ ജെൻഡർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു സാധനം പ്രിപ്പയർ ചെയ്തത്. അതേപോലെ തന്നെ it received a large number of complaints and acted suo motu in several cases to provide speedy justice. പല കാര്യങ്ങളും, ഒട്ടുമിക്ക കംപ്ലയിൻറ്റ്, സ്ത്രീകൾക്കെതിരെയുള്ള പല തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെയും ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്ന ഒരു സ്ഥാപനമാണിത്. ആ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ ഒരു വിക്ടിംസിന് വേണ്ടിയുള്ള പല തരത്തിലുള്ള സഹായങ്ങൾ, ഇപ്പോൾ ലീഗൽ എയ്ഡ് ആണ് എങ്കിലും, അല്ലെങ്കിൽ അവർക്ക് ഷെൽട്ടർ പോലെയുള്ള കാര്യങ്ങളാണ് എങ്കിലും, അല്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ സഹായിക്കുന്നത്, കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്, കോടതിയിൽ ഒരു ഭാഗം അല്ലെങ്കിൽ കക്ഷി ചേരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മീഷനാണ് ദേശീയ വനിതാ കമ്മീഷൻ. Large number of complaints and acted suo motu in several cases to provide speedy justice. അതേപോലെ തന്നെ ചൈൽഡ് മാരേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല പ്രോഗ്രാംസ് ഉണ്ട്, കുറേ പ്രോജക്ട്സ് ഉണ്ട്, പോലെ കുറേ സ്കീംസുകൾ, കുറേ പ്രോജക്ട്സ്, കുറേ സ്കീംസുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പരിവാരിക് മഹിള ലോക് അദാലത്ത്, അതേപോലെ തന്നെ നിലവിലുള്ള ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്ത വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്ത ക്ലാസ്സാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. അതേപോലെ തന്നെ PNDT ആക്ട് 1944. ഈ PNDT ആക്ട് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനമല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ
ജനിക്കുന്നതിന് മുന്നേ കുട്ടിയുടെ ലിംഗനിർണ്ണയം എന്ന് പറയും. അതായത് ജനിക്കുന്നതിന് മുന്നേ ഈ പറയുന്ന അമ്മമാരുടെ വയറ്റിലാവുന്ന സമയത്ത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ കണ്ടുപിടിക്കത്തില്ല. ഇപ്പോൾ ഇന്ന് നിലവിൽ അത് ബാൻ ചെയ്തിട്ടുണ്ട്, നിയമപരമായി തന്നെ ബാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം അത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ആക്ടാണ് PNDT ആക്ട് എന്ന് പറയുന്നത്. പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നൊക്കെ പറയും, ടെസ്റ്റ് ആക്ട് 1944. ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ഈ പറയുന്ന ഈ ഫീമെയിൽ ഫെർട്ടിസൈഡ് പറയുന്ന അതൊക്കെ നിരോധിച്ചു കൊണ്ടുവന്ന ഒരു ആക്ടാണ് PNDT ആക്ട് 1944. പിന്നെ IPC 1860, അതേപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് 1990 ടു മേക്ക് ദ മോസ്റ്റ് സ്ട്രിൻജന്റ് ആൻഡ് എഫക്റ്റീവ്. ഇനി അതേപോലെ തന്നെ പല നിയമങ്ങൾ, നമ്മുടെ ഹിന്ദു മാരേജ് ആക്ട് 1955, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971, IPC 1860. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിൽ സ്ത്രീകൾക്കെതിരെയുള്ള പല തരത്തിലുള്ള ഒഫൻസുകൾക്കെതിരെ അല്ലെങ്കിൽ അതിൻ്റെ ഭേദഗതികൾക്കൊക്കെ വേണ്ടി ശബ്ദമുയർത്തിയ ഒരു സ്ഥാപനമാണ്. പല നിയമങ്ങളിലും പല ഭേദഗതികൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്യാമ്പയിൻ, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻസ്, അപ്പോൾ അതിനു വേണ്ടിയുള്ള ഉദ്ബോധനം, അതിനു വേണ്ടിയുള്ള പല കാര്യങ്ങൾ, അഡ്വർടൈസ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാറുണ്ട്. Organized workshops, constituted expert committees on economic empowerment of women, conducted seminars for gender awareness and took up publicity campaigns against female ferticide, violence against women, etc. ഇനി അതേപോലെ തന്നെ റീസെൻ്റ്ലി നടന്നൊരു സംഭവമാണ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് സെൽ. ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്, വളരെ റീസെൻ്റ്ലായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു സംഭവം. NCW ഹാസ് റീസെൻ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് സെൽ to address women's complaints and promote their development in all areas within these newly formed union territories due to unique challenges faced by women there. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സെല്ലാണ് ഈ പറയുന്ന ഒരു കാര്യം. ഇനി അടുത്ത നമുക്ക് ദേശീയ കമ്മീഷനെ പറ്റി ഉള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ദേശീയ കമ്മീഷൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മീഷനാണ്, ദേശീയ ലെവലിൽ ഉണ്ടാക്കിയ ഒരു കമ്മീഷനാണ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നമ്മുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല, നിയമം വഴി സ്ഥാപിതമായതാണ്. അതായത് പാർലമെൻറ്റിൻ്റെ നിയമം വഴി സ്ഥാപിതമായ ഒരു കമ്മീഷനാണ് നാഷണൽ വിമൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. ഓർത്തു വയ്ക്കുക, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, generally concerned with advising the government on all policy matters affecting women. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1992 ജനുവരിയിലാണ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് 1990. 1990 നാഷണൽ കമ്മീഷൻ ഓഫ് വുമൺ ആക്ടിൻ്റെ ബേസിസിൽ, ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ആക്ടിൻ്റെ ബേസിസിലാണ് ദേശീയ വനിതാ കമ്മീഷൻ 1992 ജനുവരിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ to represent the rights of women in India and to provide a voice for their issues and concerns. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുക, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. The subjects of their campaigns have included dowry, politics, religion, equal representation for women in jobs and the exploitation of women for labor. Any NCW also receives and investigates complaints from women who are victims of violence, discrimination, harassment or deprivation of their rights. ഇപ്പോൾ സ്ത്രീകൾക്ക് ഡയറക്റ്റ് ആയിട്ട് വനിതാ കമ്മീഷനിൽ കൊണ്ടുവേണമെങ്കിലും കേസ് കൊടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. നമ്മുടെ ഈ ദേശീയ വനിതാ കമ്മീഷനിലാണെങ്കിലും സ്ത്രീകൾക്ക് ഡയറക്റ്റായിട്ട് കേസ് കൊണ്ടുകൊടുക്കാം. ഇപ്പോൾ അവർക്കെതിരെയുള്ള ഏത് തരത്തിലുള്ള വയലൻസ് ആവാം, അബ്യൂസ് ആവാം, ഹരാസ്മെൻ്റ് ആവാം, ഇതിനൊക്കെ എതിരെ ഉള്ള കംപ്ലയിൻസ് ഈ പറയുന്ന ദേശീയ വനിതാ കമ്മീഷന് മുൻപാകെയും സമർപ്പിക്കാവുന്നതാണ്. ഇനി നമ്മുടെ സംസ്ഥാന കമ്മീഷനുകളെ കുറിച്ച് ബേസിക് ആയിട്ടാണ്. നമ്മുടെ കേരളത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം അതിൻ്റെ ആക്ട് നമുക്ക് പഠിക്കാനുണ്ട്. കേരള വുമൻസ് കമ്മീഷൻ ആക്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കേരള വനിതാ കമ്മീഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം നമുക്ക് പൊതുവേ ഉള്ള കാര്യം, ഇപ്പം നമ്മുടെ സംസ്ഥാനങ്ങളുടെ അകത്തും വനിതാ കമ്മീഷനുകളുണ്ട്. But apart from the NCW, there are also state commissions for women in various states and union territories of India.
These commissions are also established under the respective state acts or orders and have similar functions and powers as the NCW. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ പല നിയമങ്ങളുടെ ബേസിസിൽ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ നിയമങ്ങളുടെ ബേസിസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് സംസ്ഥാന വനിതാ കമ്മീഷനുകൾ. സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ നിയമത്തിൻ്റെ ബേസിസിൽ രൂപീകൃതമായ കമ്മീഷനാണ് സംസ്ഥാന വനിതാ കമ്മീഷനുകൾ. ഒട്ടുമിക്ക കാര്യങ്ങളും അല്ലെങ്കിൽ പ്രൊവിഷൻസ് പലതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ദേശീയ വനിതാ കമ്മീഷനുമായി ഇക്വലൻ്റ് ആണ്. അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലുള്ള പ്രൊവിഷൻസും സംസ്ഥാന വനിതാ കമ്മീഷനിലുള്ള പ്രൊവിഷൻസും വനിതാ കമ്മീഷൻ ആക്ടിലുള്ള പ്രൊവിഷൻസും ഏകദേശം സിമിലർ ആണ്. റീസെൻറ്റ് കേസസ് ആൻഡ് ഇൻ്റർവെൻഷൻ ബൈ ദ നാഷണൽ കമ്മീഷൻസ് ഫോർ വുമൺ, അവരുടെ അടുത്തിടെ ചെയ്ത കുറേ കാര്യങ്ങളാണ് അവരുടെ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുഗതകുമാരിയൊക്കെയാണ്. 1996 മാർച്ച് 14 കേരള സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. കേരള സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അതും ആ ഒരു നിയമവും ഇതേപോലെ രാഷ്ട്രപതിക്കൊക്കെ വിട്ട ഒരു നിയമമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടാണ്. അപ്പോൾ ധാരാളം കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു കമ്മീഷനാണ് വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ അടുത്തിടെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും TCS നടന്ന നമ്മുടെ ഇവിടെയല്ല, പിന്നെ TCS ഇവിടുത്തെ നമ്മുടെ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കേരളത്തിലോ നടന്ന സംഭവമല്ല, നമ്മുടെ മഹാരാഷ്ട്രയിൽ നടന്ന ഒരു സംഭവമാണ്. TCS ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ധാരാളം എംപ്ലോയീസിനെ മതം മാറ്റാൻ ഒരു ശ്രമം നടത്തിയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ മതത്തിലുള്ള ആൾക്കാരെ മറ്റൊരു മതത്തിലേക്ക് മാറ്റാനും അതേപോലെ തന്നെ അവർക്കെതിരെ സെക്ഷുവലായിട്ടുള്ള വയലൻസുകൾ ചെയ്തു. അപ്പോൾ ആ ഒരു സംഭവം വന്ന സമയത്ത് അതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ച ഒരു കമ്മീഷൻ നമ്മുടെ വനിതാ കമ്മീഷനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ അത് വലിയ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒട്ടുമിക്ക മാധ്യമങ്ങളും ഒക്കെ ഒത്തിരി ശ്രദ്ധ ചെലുത്തിയ ഒരു കേസാണ്. ഇപ്പോൾ TCS നാസിക് വർക്ക് പ്ലേസ് ഹരാസ്മെൻറ്റ് ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് നടന്ന സംഭവം, കഴിഞ്ഞ മാസം നടന്ന സംഭവം, മെയ് 2026 നടന്ന സംഭവം. The NCW investigated a Tata TCS facility following complaints of sexual harassment, systematic bullying and religious discrimination. The commission released a fact-finding report citing zero complaints with the POSH Act. POSH Act എന്ന് പറയുന്നത് വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യുന്ന ആക്ടാണ് POSH Act. ആൻഡ് ആ ഡീപ്ലി ടോക്സിക് വർക്ക് എൻവയോൺമെൻറ്റ് വിച്ച് ലെഡ് ടു മൾട്ടിപ്പിൾ അറസ്റ്റ്. അതായത് മതപരിവർത്തനമായിരുന്നു. ഒരു പർട്ടിക്കുലർ മതത്തിലേക്ക് ആൾക്കാർ മതപരിവർത്തനം നടത്താൻ വേണ്ടി അതേപോലെ തന്നെ ഈ പറയുന്ന ലേഡി എംപ്ലോയീസിനെ സെക്ഷുവലി ചൂഷണം ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഈ ഒരു സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ പുറം ലോകം അറിയാതെ കുറേ കാലമായിട്ട് നടന്നു. അപ്പോൾ അങ്ങനെ അത് കുറേ കംപ്ലയിൻറ്റ്സ് കിട്ടിയ പ്രകാരം നമ്മുടെ മുംബൈ പോലീസിൻ്റെ കുറേയധികം കോൺസ്റ്റബിൾസ് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫായിട്ട് TCS ഈ നാസിക്കിലെ യൂണിറ്റിൽ ക്ലീനിങ് സ്റ്റാഫായിട്ട് കയറി അതിനകത്ത് നിന്ന് ഈ ഒരു സംഭവം ശരിയാണ് എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് തെളിവ് കളക്ട് ചെയ്ത് ഒരു സ്റ്റിങ് ഓപ്പറേഷൻ പോലെയാണ്. കുറച്ചധികം നാളെടുത്ത ഒരു സംഭവമാണ് ഈ പറയുന്ന ഈ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. റീസെൻ്റ്ലി നടന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ആഡ് ചെയ്തത്. അടുത്ത പ്രാവശ്യത്തെ എക്സാംസിനൊക്കെ ചോദിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. കാരണം അതൊരു MNC ആണല്ലോ. അപ്പോൾ MNCസിലൊന്നും ഇങ്ങനെ ഒരു സംഭവം ഒട്ടും വരാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം എന്നിട്ടും നടന്നു. ഇനി അതേപോലെ തന്നെ റീസെൻ്റ്ലി ആയിട്ടുള്ള വേറൊരു സംഭവമാണ് നമ്മുടെ നൂറ ഫത്തേഹിയുടെ ഒരു പാട്ട്, അതിൻ്റെ ലിറിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ. ഒബ്സീനിറ്റി ആൻഡ് പബ്ലിക് ഫിഗേഴ്സ്, അതും റീസെൻ്റ്ലി നടന്നൊരു സംഭവം. The commission initiated hearings regarding potentially inappropriate or offensive lyrics in popular media. ഒരു സർക്കേ ചുനാർ തേരി സർക്കേ എന്ന് പറയുന്ന ഒരു പാട്ടുമായി ബന്ധപ്പെട്ട് അതിലുള്ള ലിറിക്സിൻ്റെ ഒഫെൻസീവ് കണ്ടൻറ്റ് കാരണം അത് ഭയങ്കരമായി ആ ഒരു പാട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ പിന്നീട് അങ്ങനെ നമ്മുടെ അതിൽ അഭിനയിച്ച നൂറ ഫത്തേഹി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ നോട്ടീസൊക്കെ അയച്ചു. And others were involved in hearings resulting in the submission of unconditional apologies for socially irresponsible content. ഇനി അടുത്തത് institutional review on women's safety. In light of the rising heinous sexual crimes, the NCW held high-level review meetings with Delhi police to strengthen institutional coordination. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈംസ് നടക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ഡൽഹിയാണ്. അപ്പോൾ അടുത്തിടെ ഈ വർഷവും വളരെ സീരിയസ് ആയിട്ടുള്ള
2-3 ഇൻസിഡൻസുകൾ ഡൽഹിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ ഈ ഒരു കാര്യം നടത്തിയത്. ഡൽഹി പോലീസുമായിട്ടൊരു റിവ്യൂ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നടത്തിയത്. ഇനി the commission has proactively called for faster trials, stricter surveillance and the prohibition of parole for convicts in heinous sexual offence crimes. പിന്നെ അതേപോലെ തന്നെ suo moto intervention in local cases. The commission continuously acts suo moto on cases of domestic violence, cyber harassment and systematic abuse, directing state police forces to file action taken reports, ATRs and ensuring legal support for marginalized victims across India. ഈ ലീഗൽ സപ്പോർട്ടൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അതായത് ലീഗൽ എയ്ഡിന് വേണ്ടിയുള്ള സഹായം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി അടുത്തത് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കേസസുകളാണ്. പലതിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ കക്ഷി ചേരുന്നത് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനാണ്, അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ്റെ ഇടപെടൽ കാരണം പല മാറ്റങ്ങളും കൊണ്ടുവന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസുകളാണ് ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ല, ഫസ്റ്റ് വൺ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. കണ്ടോ, ഒരു സൈഡിലെ കക്ഷി തന്നെ ഈ കമ്മീഷനാണ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി ആൻഡ് അനദർ 2010. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഡൽഹി ഹൈക്കോർട്ട് ഒരു റേപ്പിസ്റ്റിൻ്റെ ശിക്ഷ ഇളവ് ചെയ്ത് നൽകി. അപ്പോൾ അതിനെതിരെ നമ്മുടെ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഒരു സംഭവമാണ്, സുപ്രീം കോടതിയിൽ പോയ ഒരു സംഭവമാണ്. The NCW filed a special leave petition in the Supreme Court challenging a Delhi High Court ruling that had drastically reduced the sentence of a convicted rapist to the time already served. ഇനി അടുത്ത അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് റിക്കഗ്നൈസ് ദ ലോക്കൽ ലീഗൽ സ്റ്റാൻഡിംഗ് ഓഫ് ദ NCW ടു ഇൻ്റർവീൻ ആൻഡ് അപ്പീൽ ഇൻ കേസസ് ഇൻവോൾവിംഗ് ക്രൈംസ് അഗെയിൻസ്റ്റ് വുമൺ. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കുചേരാനും കക്ഷി ചേരാനുമുള്ള ആരുടെ അധികാരം, നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധികാരം വീണ്ടും ഉയർത്തി അല്ലെങ്കിൽ അപ്ഹെൽഡ് ചെയ്ത ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഇത്, solidifying its mandate to act as a guardian of women's constitutional and legal rights. ഇനി അടുത്ത മെയ്മോൻ ഭാസ്കരി കേസ്. ഇത് കുറച്ചുകൂടെ ക്രൂരമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ പറയുന്ന ലേഡിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പം പോയി എന്നുള്ള കാരണത്താൽ ഈ ഒരു ലേഡീനെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ടോർച്ചർ ചെയ്ത് റേപ്പ് ചെയ്ത് അങ്ങനെ ഒരു സംഭവമാണ് ഈ മെയ്മൺ ഭാസ്കരി കേസ് എന്ന് പറയുന്നത്. ഇത് പിന്നീട് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനൊക്കെ ഇടപെട്ട വീണ്ടും ഈ പറയുന്ന ലേഡി അവരുടെ ഭർത്താവുമായിട്ട് ഒന്നിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയൊക്കെ കൊടുത്തു. അപ്പോൾ ഇതാണ് കേസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ കേസുകളെ പറ്റി പറയുമ്പോഴത്തേക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ മതി. അതേപോലെ തന്നെ കേസിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. The NCW intervened to protect Mrs. Meyman Bhaskari, who faced severe torture and rape by her family members for marrying a man of her own choice. ഇതിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ the commission took suo moto cognizance of the abuse and brought the matter before the Supreme Court, ensuring her release. ശരിക്കും പറഞ്ഞാൽ തടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു ലേഡീനെ തടങ്കലിൽ വെച്ച് അവരെ ടോർച്ചർ ചെയ്യുകയും അവരെ റേപ്പ് ചെയ്യുകയും ചെയ്യുമായിരുന്നു, അതും അവരുടെ വീട്ടുകാർ തന്നെ. ആൻഡ് സേഫ് റിയൂണിഫിക്കേഷൻ വിത്ത് ഹർ ഹസ്ബൻഡ്, സെൻഡിങ് എ സ്ട്രോങ് ലീഗൽ മെസ്സേജ് against honor related violence and outdated patriarchal traditions. പല രാജ്യങ്ങളിലും ഇന്നും ഉള്ളൊരു സംഭവമാണ് ഓണർ കില്ലിങ്സ്. ഈ പറയുന്ന പാകിസ്ഥാനിലൊക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു സംഭവമാണ് ഓണർ കില്ലിങ്സ്. ഒഫൻസിൽ നിന്നും മാറ്റുന്ന ഒരു നിയമമൊക്കെ ഉണ്ട് പാകിസ്ഥാനിൽ. എല്ലാ രാജ്യങ്ങളിലും ഇല്ല, ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റ് മതത്തിലുള്ള ആൾക്കാരുമായി കല്യാണമൊക്കെ കഴിച്ചൊക്കെ പോവുകയാണെങ്കിൽ ആ ഒരു ലേഡീനെ ഈ വീട്ടുകാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കൊന്നു വേണമെങ്കിലും കളഞ്ഞാൽ പോലും ആ ലേഡിയുടെ അച്ഛനും അമ്മയ്ക്കും വേണമെങ്കിൽ ഈ പ്രതിക്കെതിരെ കംപ്ലൈൻറ്റ് നൽകാണ്ടിരിക്കാം എന്നൊക്കെ ഉള്ളൊരു നിയമം, ഓണർ കില്ലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു നിയമം പാകിസ്ഥാനിലൊക്കെ ഉണ്ട്. സ്ട്രോങ് മെസ്സേജ് അഗെയിൻസ്റ്റ് ഓണർ റിലേറ്റഡ് വയലൻസ് ആൻഡ് ഔട്ട്ഡേറ്റഡ് പാട്രിയാർക്കൽ ട്രഡീഷൻസ്. ഇനി അടുത്ത മൻപ്രീത് കൗർ വേഴ്സസ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ 2021.
The petitioner approached the Delhi High Court concerning a dispute where the NCW's investigative and recommendatory powers in handling a complaint regarding the violation of women's rights were questioned. അപ്പോൾ അതായത് ഈ പറയുന്ന ദേശീയ വനിതാ കമ്മീഷൻ്റെ അധികാരത്തിനെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു കേസായിരുന്നു ഈ സംഭവം. അപ്പോൾ ഇതിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധികാരത്തിന് വീണ്ടും സുപ്രീം കോടതി അപ്ഹെൽഡ് ചെയ്ത ഒരു കേസാണിത്. അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. ദ കോർട്ട് ഹാവ് കണ്ടിന്യൂസ്ലി അപ്ഹെൽഡ് ദ NCW's അതോറിറ്റി അണ്ടർ ദ നാഷണൽ കമ്മീഷൻ ഓഫ് വുമൺ ആക്ട് 1990 ആൻഡ് ഇൻക്വയർ ഇൻ ടു റിവ്യൂ ആൻഡ് ഇഷ്യൂ ഡയറക്ഷൻസ് റിഗാർഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ. ഇനി അടുത്ത രാംശ്രീ കേസ് എന്ന് പറയുന്നത് ഈ ഒരു ലേഡിക്ക് ഡെത്ത് പെനാൽറ്റി സെൻറ്റൻസ് ചെയ്തായിരുന്നു, വധശിക്ഷ നൽകിയായിരുന്നു. അപ്പോൾ ഈ വധശിക്ഷ കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു, ഈ ഒരു ലേഡിയുടെ വധശിക്ഷ കുറയ്ക്കാൻ വേണ്ടി ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടു. അങ്ങനെ ഈ ഒരു വധശിക്ഷ കുറച്ചൊക്കെ കൊടുത്തു, ആ ഒരു ശിക്ഷയുടെ കാഠിന്യം കുറച്ചു കൊടുത്തു. Ramshree, a woman, was facing capital punishment, the death penalty. The NCW actively intervened and appealed to the Supreme Court on her behalf. അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ താങ്ക്സ് ടു NCW's timely legal intervention, the Supreme Court stayed the death sentence and subsequently commuted it to life imprisonment, showcasing the Commission's role in advocating for women's human rights at the highest judicial levels. ഇനി അടുത്ത ഒബ്സീനിറ്റി കേസ്, സ്റ്റാർ TV ആൻഡ് CTV. ഇതെന്ന് പറയുന്നത് ഈ അഡൽട്ട് ചാനൽ, നമ്മുടെ ഇന്ത്യയിൽ അഡൽട്ട് ചാനൽസ് ബാൻ ചെയ്ത്, അഡൽട്ട് ചാനൽസ് TV ചാനൽസ് ആണ്, യൂട്യൂബ് അങ്ങനെയൊന്നുമല്ല, TV ചാനൽസ് ബാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള ഒരു ലീഗൽ പ്രൊവിഷൻ ഇന്ത്യയിലില്ല. മറ്റ് പല രാജ്യങ്ങളിലും അഡൽട്ട് TV ചാനൽസ് ഉണ്ട്. അഡൽട്ട് TV ചാനൽസ് അതായത് കേബിൾ നെറ്റ്വർക്കിൽ കൂടെ അവൈലബിൾ ആവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡിഷ് പോലെയുള്ള കാര്യങ്ങളിലൂടെ അവൈലബിൾ ആവുന്ന TV ചാനൽസ്. പക്ഷേ അങ്ങനെയുള്ള അഡൽട്ട് TV ചാനൽസിനുള്ള ഇന്ത്യയിൽ എയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിലും ഉണ്ട്, പക്ഷേ ആ ചാനൽസ് ഇന്ത്യക്കകത്ത് എയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് മറികടന്നുകൊണ്ട് അങ്ങനെയുള്ള ചില ചാനൽസ് ഇന്ത്യയിൽ എയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ വന്നൊരു കേസാണിത്. NCW ഫൈൽഡ് പെറ്റീഷൻസ്. ഇതും ഭയങ്കരമായിട്ട് വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു സംഭവം. NCW filed petitions in the Delhi High Court against major broadcasters for airing high quality, indecent and explicit content on adult and regular entertainment channels. ഇനി അടുത്തതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ദ ഹൈക്കോർട്ട് പാസ്ഡ് ആൻ ഇൻജങ്ഷൻ സ്റ്റോപ്പിംഗ് ദ ലോഞ്ച് ഓഫ് ആൻ അഡൽട്ട് ചാനൽ, സെറ്റിംഗ് എ സ്ട്രോങ് ലീഗൽ പ്രൊസീജിയർ. ഇന്ത്യയിൽ അഡൽട്ട് ചാനലൊക്കെ എയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് സുപ്രീം കോടതി ഇടപെട്ടത് ബാൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു. An adult channel, setting a strong legal precedent enabling the NCW to act proactively against the indecent representation of women in the media. ഇനി നമ്മുടെ ഈ ദേശീയ വനിതാ കമ്മീഷൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞായിരുന്നു നമ്മുടെ നിയമം 1990 വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ ബേസിസിൽ ദേശീയ വനിതാ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1992 ജനുവരിയിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ എക്സാക്ട് ഡേറ്റ് പറയുവാണെങ്കിൽ 1992 ജനുവരി 31 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതായത് നിയമം വഴി സ്ഥാപിതമായതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു സ്ഥലത്തും പരാമർശിച്ചിട്ടില്ല. ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ത്രൂ ലെജിസ്ലേഷൻ അല്ലേ, ഈ ഒരു നിയമത്തിൻ്റെ ബേസിസിൽ ഫോം ചെയ്തതല്ലേ. ഇനി ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നിർഭയ ഭവനാണ്. നിലവിൽ നിർഭയ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പേര് മാറ്റിയതാണ്. നിർഭയ ഭവൻ ന്യൂഡൽഹിയിലാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം പട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം പട്ടത്താണ്. അതും ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റീസെൻ്റ്ലി കഴിഞ്ഞ വർഷമൊക്കെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഈ വനിതാ കമ്മീഷനൊക്കെ പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിനെ പറ്റി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ പറ്റി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമുക്കറിയാം മന്ത്രാലയം എന്ന് പറയുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയം തന്നെയാണ്, അതോറിറ്റി. ഇനി ഒഫീഷ്യൽ പബ്ലിക്കേഷൻ രാഷ്ട്രമഹിള, ഇതും ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രമഹിള ഹിന്ദിയിലും ഇംഗ്ലീഷിലും പബ്ലിക്കേഷൻ ഉണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും പബ്ലിക്കേഷൻ ഉണ്ട്. പേര് കേൾക്കുന്ന സമയത്ത് ഹിന്ദി മാത്രമാണെന്ന് വിചാരിക്കും. ഹിന്ദി മാത്രമല്ല, ഹിന്ദിയിലും ഇംഗ്ലീഷിലും പബ്ലിക്കേഷൻ ഉണ്ട്. രാഷ്ട്രമഹിള ഇവരുടെ പബ്ലിക്കേഷനാണ്, അതായത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ഒഫീഷ്യൽ പബ്ലിക്കേഷനാണ്. ഇപ്പോൾ ലീഗൽ ഫ്രെയിംവർക്ക്, ചാപ്റ്റർ 2 ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് ഡീൽസ് വിത്ത് നാഷണൽ കമ്മീഷൻ. നമ്മൾ പറഞ്ഞാണ് ചാപ്റ്റർ 2 ആ
ആണ് ഈ വനിതാ കമ്മീഷനെ പറ്റി പറയുന്നത്. അതേപോലെ തന്നെ സെക്ഷൻ 3-കകത്താണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 3-നകത്താണ് വനിതാ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് ആക്ടിൽ പറയുന്നത്. അപ്പം അതിൽ സെക്ഷൻ 3 തൊട്ട് 9 വരെയുള്ള സെക്ഷൻസ് ഉണ്ട് ചാപ്റ്റർ 2-ൽ. 3.1-ലാണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം, ഫോർമേഷൻ ഓഫ് നാഷണൽ കമ്മീഷൻ ടു പ്രൊട്ടക്ട് വുമൺ ആൻഡ് ഗേൾസ്, സെക്ഷൻ 3 സബ്സെക്ഷൻ 1. ഇനി ആദ്യത്തെ ചെയർപേഴ്സൺ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ജയന്തി പട്നായിക്കാണ്. ഒത്തിരിയേറെ പ്രാവശ്യം പണ്ട് മുതൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്കാണ്. അതേപോലെ തന്നെ 1992 to 1995 ആയിരുന്നു അവരുടെ ഒരു ടെനർ. പിന്നെ അതിനുശേഷം 2 പ്രാവശ്യം സെർവ് ചെയ്ത ആൾക്കാരാണ് ഗിരിജ വ്യാസും അതേപോലെ തന്നെ രേഖാ ശർമ്മയും. രേഖാ ശർമ്മ തൊട്ട് മുന്നത്തെ ചെയർപേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രാവശ്യം ഈ പറയുന്ന ഇതിന് മുന്നേ ഉള്ള പല എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം കുറേ ടേമും ഉണ്ടായിരുന്നു അവർക്ക്. ഒത്തിരി കാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു രേഖാ ശർമ്മ. ഇനി നിലവിലുള്ള ചെയർപേഴ്സൺ എന്ന് പറയുന്നത് വിജയ് കിഷോർ രഹത്കർ ആണ്. വിജയ കിഷോർ രഹത്കർ ആണ്. 2024 മുതലായിരുന്നു അവരെ അപ്പോയിൻറ്റ് ചെയ്തത്. 2024-ലായിരുന്നു അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പം ഇതിൽ ആദ്യത്തത്, രണ്ടാമത്തത്, നിലവിലുള്ളത് 2 പ്രാവശ്യം ചെയർപേഴ്സൺ ആയിട്ടുള്ള ആൾക്കാർ. അപ്പം ഇത്രയും ആൾക്കാരെ പറ്റിയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ആദ്യത്തത് ജയന്തി പട്നായിക്കാണ്. രണ്ടാമത്തത് വി മോഹിനിഗിരി. സ്ത്രീകളുമായി ബന്ധപ്പെട്ടതല്ലേ, അപ്പം അങ്ങനെ എന്തെങ്കിലും മോഹിനിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സ്ത്രീ മോഹിനി അങ്ങനെ എന്തെങ്കിലും ഒരു, ഞാൻ ജസ്റ്റ് ഒരു കോഡായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ജയന്തി പട്നായിക്, വി മോഹിനിഗിരി, പിന്നെ വിഭ പാർത്ഥസാരഥി, പൂർണിമ അദ്വാനിയെ പറ്റിയും ചോദ്യം വന്നിട്ടുണ്ട്. പൂർണിമ അദ്വാനി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് പൂർണിമ അദ്വാനി ഉണ്ടായിരുന്നു. പൂർണിമ അദ്വാനി ചെയർപേഴ്സൺ ആയിരുന്നു, അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതോ താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അല്ലാത്തത് ആര് അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു സംഭവം പൂർണിമ അദ്വാനിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗിരിജ വ്യാസ് 2 പ്രാവശ്യം ചെയർപേഴ്സൺ ആയിരുന്നിട്ടുണ്ട്. മമത ശർമ്മ, ലളിത കുമാരമംഗലം, ഇനി രേഖാ ശർമ്മ, വിജയ കിഷോർ രഹത്കർ. നിലവിലുള്ളത് വിജയ കിഷോർ രഹത്കർ. ചോദിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. ഇനി കീ മെമ്പേഴ്സ് ആൻഡ് സെക്രട്ടറീസ്. ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ഉമാപിള്ള, അതും ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ഉമാപിള്ള. കറണ്ട് മെമ്പർ സെക്രട്ടറി മിസ്റ്റർ സുദീപ് ജെയിൻ. ഈ മെമ്പർ സെക്രട്ടറിയെ പറ്റിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ ആദ്യത്തെയും അതേപോലെ നിലവിലുള്ളത് മാത്രമേ ചോദിക്കത്തുള്ളൂ, ഇടയിലുള്ളതൊന്നും ചോദിക്കത്തില്ല. അതിപ്പോൾ ഈ വനിതാ കമ്മീഷൻ മാത്രമല്ല, ഏത് കമ്മീഷൻ ആണെങ്കിലും അങ്ങനെയാണ്. ഹി ഈസ് ദ 20th person ടു ഹോൾഡ് ദിസ് പൊസിഷൻ. ആദ്യത്തെ മെയിൽ ആയിട്ടുള്ള മെമ്പർ എന്ന് പറയുന്നത് അലോക് റാവത്താണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമ്മളത് കണ്ടായിരുന്നു. അലോക് റാവത്താണ് ആദ്യത്തെ പുരുഷ മെമ്പർ. അപ്പം നമുക്ക് ഒന്ന് ഓട്ടിച്ച് പറഞ്ഞു പോകാം. പ്രിലിമിനറി ചാപ്റ്റർ 1-ൽ പ്രിലിമിനറി 5 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിലിമിനറി, അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മിസ്ലീനിയസ്. ഇത് എല്ലാ നിയമങ്ങളിലും കോമൺ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ പ്രിലിമിനറി സെക്ഷൻസ്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ ആക്ടിൻ്റെ നിയമം, ഇതിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. കമൻസ്മെൻറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാം. എപ്പോഴാണോ കേന്ദ്ര സർക്കാരിന് കൊണ്ടുവരണമെന്ന് അല്ലെങ്കിൽ നിയമം നിലവിൽ വരുത്തണമെന്ന് തോന്നുന്നത് ആ ദിവസം മുതൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാം. ഇനി ഡെഫിനേഷൻസ്, കുറേ ഡെഫിനേഷൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് നമ്മൾ നോട്ടിൽ പറഞ്ഞത്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷൻ. അതേപോലെ തന്നെ മെമ്പർ സെക്രട്ടറി ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പർ എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ടായിരുന്നു. മെമ്പർ എന്ന് പറയുന്നത് മെമ്പേഴ്സും അതേപോലെ തന്നെ മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടും. ഈ 2 കാര്യങ്ങൾ ഓർത്തുകൊള്ളുക. പിന്നെ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ചാപ്റ്റർ 2 നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചാപ്റ്റർ 2-ൽ പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ 3 ആണ്. കാരണം സെക്ഷൻ 3-ലാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. ഇനി 4-ലേക്ക് വരുന്ന സമയത്ത് ചെയർപേഴ്സൻ്റെയും മെമ്പേഴ്സിൻ്റെയും ടേം ഓഫ് ഓഫീസും കണ്ടീഷൻസും. ടേം ഓഫ് ഓഫീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ, അതാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. ചെയർപേഴ്സണ് വീണ്ടും ചെയർപേഴ്സൺ ആവാം, മെമ്പറിന് വീണ്ടും മെമ്പറോ ചെയർപേഴ്സണോ ആവാം.
പക്ഷെ 2 ടേമിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല. ഇനി ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ദ കമ്മീഷൻ, അതായത് ഇവിടെ കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമത്തിൻ്റെ ബേസിസിൽ കമ്മീഷന് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി എത്ര ഓഫീസേഴ്സ് എത്ര എംപ്ലോയീസ് വേണമെന്നോ അത്രയും ഓഫീസേഴ്സിന് അല്ലെങ്കിൽ അത്രയും എംപ്ലോയീസിനെ ഈ കമ്മീഷന് നൽകണം, കമ്മീഷനിൽ അപ്പോയിൻറ്റ് ചെയ്യണം. ഇനി അടുത്ത 6, സാലറീസ് ആൻഡ് അലവൻസ് ടു ബി പെയ്ഡ് ഔട്ട് ഓഫ് ഗ്രാൻഡ്. ഇപ്പോൾ നമുക്കറിയാം ഗ്രാൻഡിൽ നിന്നാണ് ഈ കമ്മീഷൻ ഫങ്ഷൻ ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഗ്രാൻഡ്, കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻഡ്. ആ ഒരു ഗ്രാൻഡിൽ നിന്ന് വേണം ചെയർപേഴ്സൻ്റെയും മെമ്പേഴ്സിൻ്റെയും മറ്റ് സ്റ്റാഫുകളുടെയും സാലറിയും അലവൻസും നൽകാൻ, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളെല്ലാം വകയിരുത്താനും. ഇനി സെക്ഷൻ 7ലേക്ക് വരുന്ന സമയത്ത് വേക്കൻസീസ് എക്സെട്ര നോട്ട് ടു ഇൻവാലിഡേറ്റ് പ്രൊസീഡിങ്സ് ഓഫ് ദ കമ്മീഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ഒരു കമ്മീഷനിൽ ഒരു വേക്കൻസി ഉണ്ട് എന്നുള്ള കാരണത്താൽ ഈ ഒരു കമ്മീഷൻ്റെ ഉത്തരവുകളൊന്നും ഇൻവാലിഡ് ആകില്ല. അതാണ് സെക്ഷൻ 7ൽ പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ 8ലേക്ക് വരുന്ന സമയത്ത് കമ്മിറ്റീസ് ഓഫ് ദ കമ്മീഷൻ. ഈ കമ്മീഷന് പല കാര്യങ്ങളുണ്ട്, ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളെ പറ്റി സ്ത്രീകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ നിലവിലുള്ള സാഹചര്യങ്ങളെ പറ്റി പഠിക്കാൻ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ പറ്റി റിപ്പോർട്ട് സമർപ്പിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടി പല കമ്മിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം നമ്മുടെ കമ്മീഷനുണ്ട്. അപ്പോൾ ആ കമ്മിറ്റീസിനെ കുറിച്ചാണ് സെക്ഷൻ 8ൽ പറയുന്നത്. കുറച്ചധികം കാര്യങ്ങളുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി അടുത്ത 9, പ്രൊസീജിയർ ടു ബി റെഗുലേറ്റഡ് ബൈ ദ കമ്മീഷൻ. കമ്മീഷൻ പാലിക്കേണ്ട പ്രൊസീജിയേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അടുത്തത് ചാപ്റ്റർ 3 കമ്മീഷൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ്. 10ൽ കമ്മീഷൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ 4ൽ ഫിനാൻസ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 11 ഗ്രാൻറ്റ്സ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റിലാണ് ഈ കമ്മീഷൻ വർക്ക് ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ആ ഗ്രാൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത 12ൽ വരുന്ന സമയത്ത് അക്കൗണ്ട്സും ഓഡിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അക്കൗണ്ട്സ് CAG പറയുന്ന പ്രകാരം വേണം അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതേപോലെ തന്നെ CAG പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ റെഗുലർ ഇൻ്റർവെൽസിൽ ഓഡിറ്റ് ചെയ്തിരിക്കണം. CAG ഓഡിറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ CAG ഓതറൈസ് ചെയ്തിരുന്ന ഒരാൾ ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയാണ് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത്. കേന്ദ്ര സർക്കാരിന് അത് പാർലമെൻറ്റിന് കൈമാറും. അതേപോലെ തന്നെ ഈ അക്കൗണ്ട്സുകളും CAG അല്ലെങ്കിൽ CAG ഓതറൈസ് ചെയ്ത ഒരു വ്യക്തി സർട്ടിഫൈ ചെയ്യണം. ഇതുൾപ്പെടെ ചേർന്ന റിപ്പോർട്ടാണ് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത് കമ്മീഷൻ. ഇനി ആനുവൽ റിപ്പോർട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇത് കോമൺ ആണ്, എല്ലാ കമ്മീഷനിലും ആനുവൽ റിപ്പോർട്ടുണ്ട്. എല്ലാ ആക്ടിലും നമ്മൾ ആനുവൽ റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി 14 ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ട് ടു ബി ലീഡ് ബിഫോർ പാർലമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ്റിന് കൈമാറണം. അതേപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളും, സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള നിർദ്ദേശവും കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് നൽകണം. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ പാലിച്ചത്, അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് പാർലമെൻറ്റിന് മുൻപാകെ സമർപ്പിക്കേണ്ടത്. ഇനി ചാപ്റ്റർ 5 മിസ്ലീനിയസ്, അതിൽ സെക്ഷൻ 15 ചെയർപേഴ്സണും മെമ്പേഴ്സും ഈ ഒരു കമ്മീഷനിലെ മറ്റ് സ്റ്റാഫുകളും എല്ലാവരും പൊതുസേവകരാണ് അല്ലെങ്കിൽ പബ്ലിക് സർവൻസ് ആണ്. ഇനി 16 സെൻട്രൽ ഗവൺമെൻറ് ടു കൺസൾട്ട് കമ്മീഷൻ. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏതൊരു പോളിസി മാറ്റേഴ്സുമായി ഒരു ചർച്ച വരുന്ന സമയത്തും ദേശീയ വനിതാ കമ്മീഷനുമായി ചർച്ച നടത്തണം. ഇനി അടുത്ത 17 പവർ ടു മേക്ക് റൂൾസ്. അപ്പോൾ ഈ ഒരു നിയമപ്രകാരമുള്ള റൂൾസ് നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. അങ്ങനെ നിർമ്മിക്കുന്ന റൂൾസ് 30 ദിവസം പാർലമെൻറ്റിൻ്റെ ഇരു സഭകൾക്കും മുൻപാകെ സമർപ്പിക്കണം. അത് ഒരു സെഷനിലോ അല്ലെങ്കിൽ ഒന്നിലേറെ സെഷൻസിലോ ആയി സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ആക്ടിൻ്റെ അകത്തുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ആക്റ്റാണ്, എളുപ്പമുള്ളൊരു ആക്റ്റും കൂടെയാണ്. ഒത്തിരി ഒന്നുമില്ല, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ആക്റ്റൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആക്റ്റാണ്. നന്നായി പഠിക്കുക. താങ്ക്